ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു കൊച്ചു യാത്ര പോയാലോ? യാത്ര ചെറുതോ വലുതോ എന്നുള്ളതല്ലല്ലോ, ഒരുപാട് അനുഭവങ്ങളും തിരിച്ചറിവുകളും കിട്ടിയ യാത്ര എന്ന് തന്നെ ഈ യാത്രയുടെ അവസാനം ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ടേ. അപ്പം ഇന്നത്തെ ലൊക്കേഷൻ നമ്പർ 1 കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് നോക്കെത്താ ദൂരത്തോളം ഏകദേശം 650 ഏക്കറിൽ പിങ്ക് നിറം വിതറി വിരിഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആമ്പൽപ്പാടമായ മലരിക്കലോട്ട്. ലൊക്കേഷൻ നമ്പർ 2 കൊല്ലം ജില്ലയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ അകലത്തിൽ അഷ്ടമുടി കായലിന്റെ നടുവിൽ മംഗ്രൂമ വനങ്ങളും ശാന്തമായ ജലവും വലയം ചെയ്ത മനോഹരമായ ഒരു ചെറുദ്വീപ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വഴിയേ പറയാം. ഏകദേശം ഒരു 5:50 ആയപ്പോഴേക്കും ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ തേരാളിയുടെ സമീപം എത്തിച്ചേർന്നിട്ടുണ്ട്. ബ്രഹ്മ ഇവന്റെ കൂടെയാട്ടോ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. നേരത്തെ എത്തിച്ചേർന്നെങ്കിലും എല്ലാവരും എത്തി നമ്മുടെ യാത്ര ആരംഭിക്കാൻ ഏകദേശം 6:20 അങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് കാറ്റും മഞ്ഞും കണ്ടും കൊണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചേ. നമ്മളിപ്പോൾ ഫസ്റ്റ് പോകാൻ പോകുന്ന പ്ലേസുമായി എനിക്ക് ഇൻഡയറക്റ്റ് ആയൊരു ബന്ധമുണ്ട്. ഞങ്ങളുടെ സേവ് ദി ഡേറ്റിന് ട്രഡീഷണൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മൾ ഈ ലൊക്കേഷൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അന്ന് സീസൺ അല്ലാതിരുന്നതുകൊണ്ട് നമുക്കതിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഴക്കാലം കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവിടെ കായലുകളിലും നെൽപ്പാടങ്ങളിലും നിറയെ പിങ്ക് ആമ്പൽ പൂകൾ വിരിയുന്നത്. ഇതിനെ ആമ്പൽ വസന്തം എന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളിവിടെ സന്ദർശിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പുലർച്ചെ 5:30ക്കും 8:30ക്കും ഉള്ളിൽ പോകുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം. ഈ ടൈമിൽ നല്ല ഫ്രഷ് ആയിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കും. എന്തായാലും ഞങ്ങളുടെ ഈ യാത്രയിൽ അത് നടക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. കാരണം യാത്ര ആരംഭിച്ചത് തന്നെ വൈകിയിരുന്നു. മൂവാറ്റുപുഴ കഴിഞ്ഞാൽ ഞാൻ പിന്നെ ബോർഡ് നോക്കിയാട്ടോ സ്ഥലം കണ്ടുപിടിക്കുന്നേ. അത് പിന്നെ കുഞ്ഞിലേ മുതലേ ഞാൻ അങ്ങനെയാ. മമ്മി എങ്ങാനും വേറെ സീറ്റ് വല്ലതും ആണെങ്കിൽ പറയോ വേണ്ട, കടയിലെ ബോർഡിൻ്റെ പേര് നോക്കിയിരിക്കും. കുഞ്ഞിലെ എൻ്റെ ഏറ്റവും പേടി അതായിരുന്നു, സ്ഥലം മാറി ഇറങ്ങേണ്ടി വരുമെന്ന്. അത് തന്നെ ഇവിടെ. ഏകദേശം 9 മണി ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ സമീപം എത്തിച്ചേർന്നത്. രാവിലെ ആരും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കഴിച്ചിട്ട് പോകാം എന്നുള്ളതായിരുന്നു തീരുമാനം. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തായിരുന്നു കേട്ടോ ഇവർ കൊണ്ടുവന്നായിരുന്നേ. അപ്പവും മുട്ടക്കറിയായിരുന്നു കഴിച്ചേ. പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ചപ്പോൾ സെറ്റായി. നേരത്തെ എണീറ്റിട്ടുണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതിലും ടെൻഷൻ പൂവിൻ്റെ കേസ് ആലോചിച്ചായിരുന്നു. വഴികണ പോണ എല്ലാവരും ബൊക്ക കണക്കിന് ആമ്പൽ വാങ്ങിക്കൊണ്ടായിരുന്നു പോകുന്നത്. വിൽക്കാനായിട്ടും ഇഷ്ടം പോലെ ആളുകൾ നിൽക്കുന്നുണ്ടായി. പിങ്ക് ആമ്പൽപ്പൂവിൻ്റെ ഇടയിൽ വൈറ്റ് കുഞ്ഞു കുഞ്ഞു ആമ്പൽപ്പൂക്കളും നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിച്ചേരാൻ വൈകിയോണ്ട് അവർ 30 രൂപയ്ക്കോ മറ്റോ വിട്ടുകൊണ്ടിരുന്ന ആമ്പൽ 20 രൂപയ്ക്ക് തരാമെന്നൊക്കെ വിളിച്ചു പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കാര്യം മനസ്സിലായി, എല്ലാവരും തിരിച്ചു പോകുന്ന ടൈമിലാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നതെന്ന്. വന്നാൽ പിന്നെ വഞ്ചിയിൽ ഒരു യാത്ര അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒരു വഞ്ചിയിൽ 6 പേര് കയറുന്നതിന് 1000 റുപ്പീസ് ആട്ടോ ചാർജ് ചെയ്യുന്നത്. 1000 റുപ്പീസ് ഫോർ 6 പേഴ്സൺസ്. കാര്യം എനിക്ക് ഈ വഞ്ചിയൊക്കെ നല്ല പേടിയാണ്. പക്ഷെ മനോഹരമായ കാഴ്ചയുള്ളപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണേൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇച്ചായരുടെ ഞാൻ അത്ര ടെൻഷനൊന്നും കാണിക്കാറില്ല. പകരം ഇപ്പോൾ അമ്മയുണ്ടല്ലോ, ആ ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ കയറിയത് തന്നെ. പക്ഷെ വഞ്ചി നീങ്ങിയ തുടക്കത്തിൽ നല്ല പേടിയുള്ള ടീംസായ ഞങ്ങൾ കോറസ് പോലെ നിലവിളിയുണ്ടായിരുന്നു. പക്ഷെ പോകെ പോകെ കാഴ്ച കണ്ട് ആ പേടി അങ്ങ് മാറി വന്നു. ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കൂട്ടത്തോടെ ആമ്പൽ നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും അടുത്തേക്ക് എത്തുന്തോറും വിട്ടുവിട്ടായിട്ടാട്ടോ നമുക്ക് കാണാൻ പറ്റണേ. പിന്നെ നമ്മുടെ അടുത്ത ഉദ്യമം വളരെ കുറച്ച് ആമ്പൽ പറിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 2-3 എണ്ണം ആട്ടോ നമ്മൾ പറിച്ചുള്ളൂ. നമുക്കിവിടെ ആമ്പൽ പൂക്കൾ മാത്രമല്ല കേട്ടോ കാണാൻ പറ്റണേ, പക്ഷികളും നല്ല അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷവും പ്രകൃതി തൻ്റെ കയ്യൊപ്പ് ചാർത്തിയതുപോലുള്ള കാഴ്ചകൾ. ഒരു സ്ഥലത്ത് മാത്രം പൂക്കൾ പറിക്കാൻ പറ്റില്ല എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ച എന്തായാലും അടിപൊളിയായിരിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. ആ വിശ്വാസം എന്തായാലും തെറ്റിയില്ല. പക്ഷെ വൈകി വന്നുകൊണ്ടുള്ള ചൂട് അത് നമ്മളെ നല്ല രീതിയിൽ ബാധിച്ചു. അതുകൊണ്ട് ടൈം നോക്കി മാക്സിമം നിങ്ങൾ വരാൻ ശ്രമിക്കുക. ഉച്ചയായപ്പോഴേക്കും എല്ലാവരും ഉച്ചമയക്കത്തിലേക്കുള്ള മൂഡൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ഉഷാറാക്കാൻ ചേട്ടന്മാരിവിടെ മൈക്കും എടുത്ത് ഫോണോ ആക്റ്റും കോമഡിയും ഒക്കെ. സത്യം പറയാലോ, എനിക്ക് വലിയ താല്പര്യമില്ലാതെയാണ് ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത്. മെയിൻ ചിന്ത പ്രായമായവരാകുമ്പോൾ കൂടുതൽ വൈബൊന്നും ഉണ്ടാവില്ല, മൊത്തം ഒരു തീർത്ഥാടന വൈബാവുന്നായിരുന്നു. ഇതിപ്പോൾ നോക്കിയിട്ട് ഇവർ നമ്മളെക്കാളും വൈബാടേ. അപ്പോഴേക്കും ഉച്ചയായിട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പെട്രോൾ ടാങ്കിന് സമീപം വണ്ടി നിർത്തി. ടാങ്കല്ലാട്ടോ, പമ്പ്. പഞ്ഞിക്കിടരുത് കേട്ടോ, മാറിപ്പോയതാ.
ചോറിന് തക്കാളിക്കറിയും ചിക്കൻ വറുത്ത് റോസ്റ്റ് ആക്കിയതും ഇഞ്ചിക്കറിയും ചൂരമീൻ മുളകിട്ടതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. ചിക്കൻ റോസ്റ്റ് ഒഴിച്ച കറിയും എനിക്ക് നല്ലോണം ഇഷ്ടമായി. ചിക്കൻ റോസ്റ്റും ഒഴിച്ച് കറിയും മാറിപ്പോയതാ. ഇതിപ്പോൾ ഫുൾ അക്ഷരപ്പിശാശാണല്ലോ. ക്ഷമിച്ചാലേട്ടാ. ഇനി നേരെ സാമ്പ്രാണിക്കുടിയിലേക്കുള്ള യാത്ര. ഒരുപാട് യാത്രകളുണ്ട്. അധികം ട്രാവലിംഗ് ക്ലിപ്സ് ഒന്നും എടുത്തില്ല ഗൈസ്. ഉച്ചത്തെ വെയിലും ക്ഷീണവും ഒക്കെ കൊണ്ട് ആകെ വയ്യാണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒരുപാട് ടൈം നീട്ടാണ്ട് അവിടുത്തെ വിശേഷങ്ങളും അനുഭവങ്ങളും അടുത്ത പാട്ടായി വരാവേ.